ഹലോ എവ്രിബഡി, ലെറ്റ്സ് ടേക്ക് യു ത്രൂ എ ഡേ ട്രിപ്പ് ടു ഗിപ്സ്ലാൻഡ്. ഒരു കുട്ടി ടൗൺ, 1.5 to 2 hours ഡ്രൈവ് ഫ്രം മെൽബൺ, ഓസ്ട്രേലിയ. ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് ചിരിക്കുന്ന ജിജി. ബാക്ക് സ്റ്റോറി, വിൻറ്റേജ് കാർ കാണുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഓൺ ദ വേ ലെറ്റ്സ് ഗോ ടു എ ഫ്യൂൽ സ്റ്റേഷൻ. അപ്പോൾ ഇൻ ഓസ്ട്രേലിയ വി ഹാവ് ടു ഡു സെൽഫ് സർവീസ് ഓൺ പെട്രോൾ സ്റ്റേഷൻസ് ഓർ ഫ്യൂൽ സ്റ്റേഷൻസ്. നമ്മൾ തന്നെ പോയി പെട്രോൾ അടിക്കണം, പിന്നെ പൈസ പോയി തന്നെ കൊടുക്കണം അറ്റ് ദ കൗണ്ടർ. പെർഫെക്റ്റ് വെതറായിരുന്നു, സണ്ണി ആയിരുന്നു. മെൽബണിൽ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും, ഇറ്റ്സ് നോട്ട് വെരി കോമൺ ഇൻ മെൽബൺ. അങ്ങനെ ഞങ്ങൾ വോൾഹല്ല ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അവിടുത്തെ ഒരു കോഫി ഷോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കോഫിയും വാങ്ങിയിട്ട് ഒരു ട്രെയിൻ റൈഡിൽ പോവാം എന്ന് വിചാരിച്ചു. കോഫി ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു 15 minutes വെയിറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ട്രെയിനിലിരുന്നു. എന്നിട്ട് കോഫി റെഡി ആകുമ്പോൾ ഒരു 15 minutes കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. എന്താ സന്തോഷം, നല്ലൊരു ഫോട്ടോ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ്. അപ്പോൾ ബാക്ക് ടു അവർ ഹോട്ട് ചോക്ലേറ്റ്. സോറി, ആദ്യം പറഞ്ഞത് കോഫിയാണ്, തെറ്റിപ്പോയി. ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആർക്കൊക്കെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ മാഷ്മെലോസ് ഇഷ്ടമാണ്? ഞങ്ങൾ എത്തിയ സമയം നല്ല സമയമായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് എ ലാസ്റ്റ് ട്രെയിൻ റൈഡ് ഫോർ ദ ഡേ. അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ചു പോണത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ട്രെയിൻ റൈഡ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ട്രെയിൻ റൈഡ് നൈസായിരുന്നു, നല്ല വ്യൂസും പിന്നെ വാട്ടർഫോൾസും ഒക്കെ കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഓവറോൾ ഇഷ്ടമായി. ബട്ട് ട്രെയിൻ കുറച്ച് സ്ലോ ആയിരുന്നു, എന്നാലും ഓക്കെയാണ്. അൺപ്ലാൻഡ് പിന്നെ ഇംപ്രോംപ്റ്റോ ഒരു ഡിസിഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇറ്റ് വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിൻ റൈഡാണ്. ഇതാ പിന്നെ ഞാൻ ട്രൈങ് ടു ടേക്ക് എ പെർഫെക്റ്റ് ഫോട്ടോ ആസ് യൂഷ്വൽ. അപ്പോൾ ഈ ട്രെയിൻ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ബിൽഡ് ബാക്ക് ഇൻ 1910. അത്ര ഓൾഡ് ട്രെയിൻ സ്റ്റേഷനാണ്. പിന്നെ ദ ട്രെയിൻ റൈഡ് വാസ് അറൗണ്ട് ഒരു 9 kilometer ബാക്ക് ആൻഡ് ഫോർത്ത്. ഞങ്ങൾ ഈ തോംസൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ സ്റ്റോപ്പിൽ നിർത്തി. പിന്നെ അവിടെ കുറച്ച് ബ്രിഡ്ജസും ഒരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കറങ്ങി തിരിച്ച് വന്ന് ട്രെയിനിലിരുന്നു, പിന്നെ തിരിച്ചു പോയി. ഫ്രോം ദ സ്റ്റേഷൻ വി ടുക്ക് ദ റൈഡ്. അപ്പോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബ്രിഡ്ജിൽ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ തോംസൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നല്ലൊരു വിൻറ്റേജ് വൈബ് ഉണ്ടായിരുന്നു. അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ നല്ല രസമായിരുന്നു. ലേക്കൊക്കെ ബ്രിഡ്ജസും അങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് വാക്കൊക്കെ ചെയ്ത് വി റീച്ച്ഡ് ബാക്ക് ടു ദ മെയിൻ സ്റ്റേഷൻ. ട്രെയിൻ റൈഡ് ഒരു 45 minutes ഉണ്ടായിരുന്നു. ദിസ് ഈസ് ദ മെയിൻ സ്റ്റേഷൻ. ഞങ്ങൾ കയറിയ സ്റ്റേഷനാണിത്. ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. വി ആക്ച്വലി കെയിം ഹിയർ ടു സീ ദ ഓട്ടം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഓട്ടം ലീവ്സും ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ബിക്കോസ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കാറില്ലേ, ബെസ്റ്റ് പ്ലേസസ് ടു ഡു സംതിങ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഗിപ്സ്ലാൻഡ് കണ്ടു. അതുകൊണ്ട് ഒരു ഡേ ഓഫ് ദിവസം ഒരു ഡേ ട്രിപ്പുമായി അങ്ങനെ വിചാരിച്ച് വന്നൊരു സ്ഥലമാണ്. ഈ പ്ലേസ് വാസ് ബിയോണ്ട് എക്സ്പെക്റ്റഡ്. നല്ലൊരു സുന്ദരമായ ഒരു ടൗൺ എന്ന് പറയാം. യു ക്യാൻ സീ ഇൻ ദ വീഡിയോ ഓൾസോ. നല്ല കളർഫുൾ ഒരു ടൗൺ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് എ സ്മോൾ ടൗൺ. ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഐ തിങ്ക് ഓൺലി 35 people ആർ റെസിഡൻറ്റ് ദെയർ. 35 പേരെ താമസിക്കുന്നുള്ളൂ. അത്ര ചെറിയ ടൗണാണ്. ബട്ട് ഇറ്റ്സ് മോർ ടൂറിസ്റ്റിക്. കുറേ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ്. ഐസ് റോഡ് എന്ന് പറഞ്ഞ ഹോളിവുഡ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വി ഫൗണ്ട് ഇവിടെ ഒരു ഗോൾഡ് മൈൻ ടൂർ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ ഗോൾഡ് മൈൻ ടൂർ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് വാസ് ക്ലോസ്ഡ്. അപ്പോൾ സറൗണ്ടിങ് ഏരിയ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ലോങ് ടണൽ എക്സ്റ്റെൻഡഡ് ഗോൾഡ് മൈൻ എൻട്രൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഗോൾഡ് മൈൻ്റെ എൻട്രൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വി ക്യാൻ ഗോ ആൻഡ് ടേക്ക് എ ടൂർ. ടണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പീപ്പിൾ യൂസ് ടു ഫൈൻഡ് ഗോൾഡ്. അപ്പോൾ സ്വർണം കണ്ടെത്താൻ വേണ്ടി മൈനിങ് ചെയ്ത ഒരു സ്ഥലമാണ്.
ബട്ട് ആഫ്റ്റർ 8 long years അവരിത് നിർത്തിവെച്ചു. ദ റീസൺ ബീങ് ദേ കുഡൻറ്റ് ഫൈൻഡ് മോർ ഗോൾഡ്. ആ ടണലിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിരുന്നു ദ ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ്. ഇവിടെ കുറേ ടൂൾസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഹെഡ് ഗിയർസും അങ്ങനെയൊക്കെ. അപ്പോൾ മൈനിങ്ങിന് യൂസ് ചെയ്യണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ. അപ്പോൾ അതും കണ്ടിട്ട് വി വെൻറ്റ് ബാക്ക്. കുറേ സ്പോട്ട്സ് ഉണ്ടായിരുന്നു ഓട്ടം ലീവ്സൊക്കെ കാണാൻ, പിന്നെ ആ ഒരു ഓട്ടം വൈബ് കിട്ടാൻ. ബട്ട് നമ്മളൊരു വലിയൊരു പാർക്കിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവിടെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഓട്ടം സ്പെഷ്യൽ റീൽ ആൻഡ് ഫോട്ടോസ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് പറ്റി, ഫോണിൻ്റെ ചാർജ് പോയി. അപ്പോൾ ഫുൾ ബ്യൂട്ടി ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഓൺ ദ വേ ബാക്ക് ഞങ്ങൾ KFCയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണും ചാർജ് ചെയ്യാം, അതുകൊണ്ട് KFCയിൽ കയറി. അപ്പോൾ KFCയിൽ കയറി ഫോണൊക്കെ ചാർജ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വി ആർ ഹെഡിങ് ബാക്ക് ഹോം. അപ്പോൾ ഓൺ ദ വേ ബാക്ക് ഞങ്ങൾക്ക് ഒരു ഇടിമിന്നൽ പോലെ തോന്നിയത് സ്പീഡ് ക്യാമറ ഫൈനായിരുന്നു. അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒരു ഫൈൻ അടിച്ചു. വീട്ടിൽ സർപ്രൈസ് വന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. വീട്ടിൽ ലെറ്റർ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, നല്ലൊരു ട്രിപ്പായി എന്ന് വിചാരിച്ചത് ഒരു ഫൈനായി. അപ്പോൾ ഇത് വേ ബാക്ക് ഹോമാണ്. നല്ലൊരു വ്യൂ ആയിരുന്നു, സൺസെറ്റ് സമയമായിരുന്നു. ലുക്ക് അറ്റ് ദ സ്കൈ, സോ ബ്യൂട്ടിഫുൾ. സൺസെറ്റ് സ്കൈസിന് നല്ലൊരു ഭംഗിയല്ലേ. ഇഫ് യു ആർ എ സൺസെറ്റ് ലവർ പ്ലീസ് കമൻറ്റ് ഡൗൺ ദ വീഡിയോ. അങ്ങനെ നല്ലൊരു ഡ്രൈവ് ബാക്ക് ഹോം ആയിരുന്നു. വി എൻജോയ്ഡ് ദ സൺസെറ്റ്. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ കേട്ട് വി ആർ ഡ്രൈവിംഗ് ബാക്ക്. ഇതാ നോക്കൂ, ഇൻ കാർ എൻ്റർടൈൻമെൻറ്റ് വൈൽ ഡ്രൈവിംഗ് ബാക്ക്. ഈ സ്കൈയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ ബേർഡ്സ് ഫ്ലൈ ചെയ്യണ പോലെ ഇല്ലേ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ ഇമാജിനേഷൻ ആവാം. അങ്ങനെ വേറൊരു ഷെയ്ഡ് ഓഫ് സ്കൈ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. സൺസെറ്റ് സ്കൈസ് ആർ സോ ബ്യൂട്ടിഫുൾ. വീഡിയോ എൻഡ് ആവുന്നതിൻ്റെ മുൻപ് ഒരു ഡിസ്ക്ലെയിമർ തരാം. ഞാൻ മലയാളം ഭയങ്കര കഷ്ടപ്പെട്ടാണ് പറയുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ. വൺ മോർ തിങ്, ഇത് ഷൂട്ട് ചെയ്തത് ഓട്ടമിലായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇറ്റ്സ് അബൌട്ട് ടു സ്റ്റാർട്ട് എ സ്പ്രിംഗ് സീസൺ. വി ആർ ഓൾമോസ്റ്റ് ദെയർ ഇൻ സ്പ്രിംഗ്. അങ്ങനെ ഞങ്ങൾ 2 minutes വീടെത്തും. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ.